إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഖുതൂറത്തുൽ ഫസാദി ഫിൽ അർദ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ മനുഷ്യരുടെ സ്വൈര ജീവിതത്തിന് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ഫസാദ് ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവപരമായ കാര്യമാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ ولا تفسدوا في الأرض بعد إصلاحها. الله سبحانه وتعالى ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുവാനുള്ള സംവിധാനവും നൽകിയ ശേഷം ആ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون. അവരോട് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അവിവേകികളായ ആ ആളുകൾ നൽകുന്നതായ മറുപടി ഞങ്ങൾ ഭൂമിയെ നന്നാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ തുഫ്സിദൂ ഫിൽ അർദ്, ആ ഭൂമിയിൽ വിഘാതങ്ങൾ സൃഷ്ടിക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. പരിശുദ്ധ ഇസ്ലാമിൽ നിഷിദ്ധമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം മനുഷ്യന് മോശമായ രൂപത്തിൽ അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ കാര്യങ്ങളാണ്. قال رسول الله صلى الله عليه وسلم
ലഅനല്ലാഹു الراشي والمرتشي. ലഅനല്ലാഹു الراشي والمرتشي. കൈക്കൂലി നൽകുന്നവനെയും കൈക്കൂലി ചോദിച്ചു വാങ്ങുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നുവെന്നാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിന്റെ ഭാഗമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ അതിൻ്റെ ഏറ്റവും സമാധാനപരമായ അവസ്ഥയെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഗൗരവപരമായ കാര്യമാണ് കൈക്കൂലി എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഹക്കായ രൂപത്തിൽ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ അനർഹമായ മാർഗങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയോ കൈക്കൂലി വാങ്ങിക്കുന്നത് അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന കാര്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കെട്ടുറപ്പോടുകൂടി വെച്ച സംഗതികളെ അതിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റി ഭൂമിയിൽ ഫിത്നയുണ്ടാക്കുന്നവർ, അല്ലെ, മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവർ, ആളുകൾക്കിടയിൽ അധർമ്മങ്ങളെ പ്രചരിപ്പിക്കുന്നവർ, കൈക്കൂലിയെ വ്യാപിപ്പിക്കുന്നവർ എന്നിങ്ങനെ തുടങ്ങി ആളുകൾക്കിടയിൽ ഫിത്നക്കും അധർമ്മത്തിനും മോശപ്പെട്ട കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ സുരക്ഷയോടുകൂടി കെട്ടുറപ്പോടുകൂടി നിശ്ചയിച്ചിട്ടുള്ളതായ കാര്യങ്ങളെ അതിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുന്നവർ. അല്ലദീന യൻഖുബൂന അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ കെട്ടുകളെ അഴിച്ചു മാറ്റുന്ന ആളുകളാണവർ. الذين ينقضون عهد الله سبحانه وتعالى. അല്ലാഹു സുബ്ഹാനഹു വ തആല കെട്ടുറപ്പോടുകൂടി വെച്ച കാര്യങ്ങളെ അഴിച്ചു മാറ്റുന്നവർ. മാത്രമല്ല, രണ്ടാമതായി അവർ ചെയ്യുന്ന കാര്യം പരസ്പരം ബന്ധം ചേർക്കണമെന്നും സുദൃഢമായ ബന്ധമുണ്ടാകണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ കാര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ബന്ധങ്ങളെ മുറിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതാണ് രണ്ടാമത്തെ വിഭാഗം. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും പരാജിതരായ ആളുകളാണവർ. അതിൽ മൂന്നാമതായി എണ്ണിയത് വയുഫ്സിദൂന ഫിൽ അർദ്, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ എന്നാണ്. വയുഫ്സിദൂന ഫിൽ അർദ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് വിഘാതമുണ്ടാകുന്ന രൂപത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, മയക്കുമരുന്നുകളുടെ കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവരാണെങ്കിലും അവരൊക്കെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും വലിയ പരാജിതരായ ആളുകളായിരിക്കും അവർ എന്ന്. قال الإمام مجاهد رحمه الله يرتكبون المعصية, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടും. فإذا قيل لهم أصلحوا, അപ്പോൾ അവരോട് ആളുകൾ പറയുകയാണ് നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു നഹ്നു ഇന്നമാ നഹ്നു അലാ ഹുദൻ വനഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നേർമാർഗത്തിലാണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരെയാക്കുന്നവരാണ്. ആളുകൾക്ക് മുമ്പിൽ നല്ലവരായി മാന്യന്മാരായി ജീവിക്കുകയും എന്നാൽ ആരും അറിയാതെ സമൂഹത്തിനിടയ്ക്ക് ഫിത്നകളും ഫസാദുകളും പ്രചരിപ്പിക്കുകയും അധർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ആളുകൾ, മാന്യന്മാരായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എല്ലാ നല്ല കാര്യങ്ങൾക്കും മുന്നിലുള്ളവരാണ് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നവർ, എന്നാൽ സ്വകാര്യ ജീവിതത്തിലോ എല്ലാവിധ തമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്നവരായ ആളുകൾ, അവർക്കൊക്കെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ പക്കലുള്ള ശിക്ഷയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കും. അവിടെയാണ് അല്ലാഹുവിന്റെ പക്കൽ അതികഠിനമായ ശിക്ഷയാണ് അവരെ കാത്തു നിൽക്കുന്നത്. യഖൂലുല്ലാഹു അസ്സ വജൽ ظهر الفساد في البر والبحر بما كسبت أيدي الناس
ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. കരയിലും തീർന്നില്ല, സമുദ്രത്തിലും എല്ലായിടത്തും ഫിത്നകളും ഫസാദുകളും മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ടുണ്ടായതാണ്. മനുഷ്യരാണ് അവരുടെ സ്വൈര്യ ജീവിതത്തെ നശിപ്പിക്കുന്നവർ. അപ്രകാരം അവർ ചെയ്തു കൂട്ടിയതായ തിന്മകളുടെയും അധാർമികതകളുടെയും കുത്തൊഴുക്കും അതിന്റെ പ്രയാസവും അവരനുഭവിക്കുന്നതിന് വേണ്ടിയത്രേ അള്ളാഹു ചില കാര്യങ്ങൾ അവർക്ക് നൽകിയത്. മനുഷ്യർക്ക് തന്നെയാണ് അതിന്റെ ദോഷമുണ്ടാകുന്നത്. ആ ദോഷം അവരെ പിടികൂടുന്നത് ലഅല്ലഹും യർജിഊൻ, ചിന്തിക്കുവാനും അധർമ്മങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് നന്മയിലേക്ക് വഴി നടക്കുവാനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് തഖ്വയാണ്. പടച്ച റബ്ബിനെ കുറിച്ച്, സർവ്വലോക രക്ഷിതാവിനെ കുറിച്ചുള്ള ഭയമാണ്. യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത. ഒരു മനുഷ്യന് ലജ്ജയില്ലെങ്കിൽ, എന്നെ പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യമില്ലെങ്കിൽ പിന്നെ നിനക്ക് തോന്നിയത് ചെയ്തുകൊള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നമ്മൾ സമ്പാദിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് പറയുന്നത് ദൈവഭയമാണ്, ഭയഭക്തിയാണ്, പടച്ചറപ്പിനെ കുറിച്ചുള്ള സ്മരണയും ഓർമ്മയുമാണ്. താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് ഒരു നല്ല മുഅ്മിനായി, ഒരു നല്ല വിശ്വാസിയായി കൊണ്ട് ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്. സമൂഹത്തിൽ ഒരുപാട് അധാർമികതകൾ, മോശപ്പെട്ട കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ ആ കാര്യങ്ങളിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അത് തഖ്വ എന്ന് പറയുന്നത് സ്വന്തം ഹൃദയത്തിൽ നിന്നുണ്ടാകണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. ഒരു മനുഷ്യന്റെ തഖ്വ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിലാണ്. അത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ മാത്രം ഉണ്ടാകേണ്ടതല്ല, മറിച്ച് ആ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും പടച്ച റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം അവനിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുക. ജീവിതത്തിൽ ഒരിക്കലും അധാർമികതകൾ കൂട്ടുനിൽക്കാത്തവരായി മാറും. ഇന്ന് മയക്കുമരുന്നിന്റെയൊക്കെ വ്യാപനം വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും അവിടെയൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യനെന്നോ ഒരർത്ഥത്തിലും അത്തരത്തിലുള്ള അധാർമികതകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى.
وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة واحفظهم بحفظك يا رحمن. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.